യഥാർത്ഥ വിശ്വാസിയാണോ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കാൻ, ബലപ്പെടുത്താൻ ധാരാളം പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകും. പരീക്ഷണങ്ങളുടെ കാഠിന്യമനുസരിച്ചാണ് പ്രതിഫലത്തിന്റെ വലിപ്പം ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ഇളമിൽ ജസാഇ മഅ ഇളമിൽ ബലാഇ. നബി മുഹമ്മദ് റസൂലുള്ളാഹി. പ്രതിഫലത്തിന്റെ വലിപ്പം പരീക്ഷണത്തിന്റെ കാഠിന്യമനുസരിച്ചാണ്. ഒരാൾക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും കൂടുതൽ പ്രതിഫലം, നന്മകൾ അല്ലാഹു നൽകാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ, അത് പല രീതിയിലാകാം. സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, ശാരീരിക പ്രയാസങ്ങളാകാം, മറ്റു പല പരീക്ഷണങ്ങളും ആകാം. വിശുദ്ധ ഖുർആനിലില്ലേ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നില്ലേ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. നിങ്ങളെ കൂട്ടിച്ചേർന്നുണ്ടായ ഒരു തുള്ളി ബീജത്തിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. നമ്മളെ വലിപ്പവും നമ്മുടെ മസിൽ പിടുത്തവും നമ്മുടെ പൊങ്ങച്ചവും ഒക്കെ തീരാൻ അല്ലാഹു പറയാണ്, നിങ്ങൾ ഈ തേച്ചു മിനുക്കി നടക്കുന്ന ഈ ശരീരം ഉണ്ടല്ലോ, ഇതേ എങ്ങനെ ഉണ്ടായി എന്നറിയാമോ? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. ഒട്ടിച്ചേർന്ന, കൂട്ടിച്ചേർന്നുണ്ടായ ഒരു തുള്ളി ബീജത്തിൽ നിന്നാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്. ഈ മസിൽ പവറും ഈ സൗന്ദര്യവും എല്ലാം നിങ്ങൾക്ക് ലഭിച്ചത് ഒരു തുള്ളി ബീജത്തിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു ജല്ല ജലാൽ. എന്തിനാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞെന്നറിയാം? നമ്മുടെ നിസാരതയെ നമ്മൾ എന്തായിരുന്നു എന്നറിയിക്കാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. എന്തിനാ ഒരു തുള്ളി ബീജത്തിൽ നിന്ന് നിങ്ങളെ ഇക്കോലത്തിൽ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു. നബ്തലി, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാകുന്നു. ഖാല അല്ലാഹു അസ്സ വജൽ. എന്തിനാണ്? ഞാൻ നിങ്ങളെ പല രീതിയിൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഫജഅൽനാഹു സമീഅൻ ബസീറാ. നാം നിങ്ങൾക്ക് കാണാൻ കണ്ണു തന്നു, കേൾക്കാൻ കാതു തന്നു, ചിന്തിക്കാൻ ഹൃദയം തന്നു, കൈകാലുകൾ തന്നു, എല്ലാം തന്നു. എന്തിനാ? നബ്തലി, നിങ്ങളെ പരീക്ഷിക്കാനാ. കണ്ണുള്ളവൻ കണ്ണിന്റെ ഹിസാബ് പറയണ്ടേ, കാതുള്ളവൻ എന്തു കേട്ടു എന്ന് പറയണ്ടേ. ഇതെല്ലാം റബ്ബിന്റെ അടുത്ത് പറയണം. അതൊക്കെ പരീക്ഷണമായിട്ടാണ് അല്ലാഹു തന്നത് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ പരീക്ഷണം ഉറപ്പാണ്. മുഅ്മിനാണോ മനുഷ്യനാണോ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ചില ആളുകൾ പറയാറുണ്ട്, എന്നെ റബ്ബ് വല്ലാതെ പരീക്ഷിക്കുന്നു, വലിയ ഇടങ്ങേറിലാണ്, വലിയ പ്രയാസത്തിലാണ്, ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് വിഷമങ്ങളാണ്. സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും എന്തിനാണ് അല്ലാഹു നമ്മളെ ഈ രീതിയിൽ പരീക്ഷിക്കുന്നത് എന്ന്. അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിലാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൈ യുരിദില്ലാഹു ബിഹി ഖൈറാ യുസിബു മിൻഹു. അല്ലാഹു ഒരു മനുഷ്യന് ഖൈറ്, നന്മയെ കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ യുസിബു മിൻഹു, അവനെ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് അല്ലാഹു ധാരാളം പരീക്ഷണങ്ങൾ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ
അള്ളാഹു ഒരു മനുഷ്യന് ഒരു മുഅ്മിനിന് അള്ളാഹ് ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു നന്മ അള്ളാഹ് കൊടുക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചാൽ യുസിബു മിൻഹു, അള്ളാഹുവിൽ നിന്ന് പരീക്ഷണം ഉണ്ടാകും. മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പലതരത്തിലെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, ഒരു അടിമയ്ക്ക് അള്ളാഹു ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഫഇന്നഹു യബ്തലീഹി ബിൽ മസായിബി വശദാഇദ്, ധാരാളം മുസീബത്തുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ അള്ളാഹു ആ മനുഷ്യന് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുന്നു, ആദിഹിൽ ബിത്തിലാഅതു ലൈസത് ഇഖാബാ, ഒരു മുഅ്മിനിന് എന്തെങ്കിലും പരീക്ഷണം, അത് സാമ്പത്തികമാകട്ടെ ശാരീരികമാകട്ടെ, ഉണ്ടായതായി കാണുമ്പോൾ ലൈസത് ഇഖാബാ, അത് അല്ലാഹ് നിനക്ക് തന്ന ശിക്ഷയാടാ എന്ന് പറയാൻ പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ചിലർ പറയാറുണ്ട് അങ്ങനെ, അത് അള്ളാഹുന് കൊടുത്തതാണ്, അത് അള്ളാഹ് കൊടുത്തതാണ്, പക്ഷേ അള്ളാഹു അവനെ കൊണ്ട് എന്തോ വലിയ ഖൈറ് പടച്ച തമ്പുരാനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ലൈസത് ഇഖാബാ, ഒരിക്കലും അള്ളാഹ് കൊടുക്കുന്ന പരീക്ഷണങ്ങൾ ശിക്ഷയല്ല, ബൽ ഹിയ ഇഖ്തിബാറുൻ വസബബുൽ ലിതഗ്ഫീരിദ് ദുനൂബ്, അവൻ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹ് പുറത്തു കൊടുക്കാൻ അവന് പരീക്ഷണമായിട്ട് മുന്നറിയിപ്പായിട്ട് അല്ലാഹു നൽകുന്നത് പദവികൾ. അല്ലാഹു അവനെ പദവികൾ കൊണ്ട് അല്ലാഹുവിനെ ഉയർത്തപ്പെടുകയാണ്. ആഖിറത്തിൽ ഒരുപാട് പദവികൾ അല്ലാഹു ദുനിയാവിലെ കഷ്ടതകൾ കൊണ്ട് ആഖിറത്തിൽ പദവികൾ ഉയർന്നു കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണം വിശ്വാസിയാണോ ഉണ്ടാകും? ഉറപ്പാണ്. നോക്കൂ നിങ്ങൾ, ഇമാം തിരുമദി തങ്ങളെ ഹദീസ്, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈർ, ഒരു അടിമയ്ക്ക് പടച്ച തമ്പുരാൻ ഒരു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയാ, ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ, വേദനകൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് ഒക്കെ അല്ലാഹു തആല നൽകും. ആർക്ക്? ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, ഒരു അടിമയ്ക്ക് അല്ലാഹു ഖൈർ കണ്ടിട്ടുണ്ടെങ്കിൽ, നമുക്കറിയില്ലല്ലോ അവൻ പാപ്പരായത്, ഇവൻ സാമ്പത്തിക ഭദ്രതയില്ലാതെ ഫഖീറായത്, അവൻ രോഗിയായി അവിടെ കിടക്കുന്നത് ഒക്കെ എന്താണെന്ന് നമുക്കറിയില്ല. അല്ലാഹു തആല എന്താണ് തീരുമാനിച്ചതെന്ന് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈർ, അല്ലാഹു ഒരു അടിമയ്ക്ക് ഖൈർ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയാ, ദുനിയാവിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ ഒരുപാട് വേഗത്തിൽ നൽകും, ചെറുപ്പത്തിൽ നൽകും, മരിക്കുന്നതിന് മുമ്പ് നൽകും. അല്ലാഹു അല്ലാഹു ഒരു അടിമയ്ക്ക് ശർറ് ഉദ്ദേശിച്ചാൽ, ആഖിറത്തിൽ അല്ലാഹു പിടിക്കാൻ തീരുമാനിച്ചാൽ, ഖബറിൽ അല്ലാഹു അദാബാക്കാൻ തീരുമാനിച്ചാൽ, ആഖിറത്തിൽ പരാജിതരുടെ ലിസ്റ്റിൽ പെടുത്താൻ അല്ലാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫീഹി ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ പാപങ്ങളും ദോഷങ്ങളും അവൻ നേർക്കുന്നവരെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരാൾക്ക് ഒരു വിഷയമില്ല, ഒരാൾക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു രോഗവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാ മനസ്സിലാക്കിയോ, അല്ലാഹു പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു നമ്മളെ എല്ലാ രോഗങ്ങളിൽ നിന്നും പടച്ച തമ്പുരാൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാകും. തളർന്നു പോകാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അള്ളാന്റെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ തളർന്നു പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ അള്ളാഹു ശക്തിപ്പെടുത്തിയത് നിരവധി അനവധി പരീക്ഷണങ്ങളും രോഗങ്ങളും എല്ലാം കൊടുത്തിട്ടല്ലേ.
എത്രയോ അമ്പിയാക്കളുടെ ചരിത്രം നമുക്കറിയാം. എന്തിനാ അവരെ ഖൽബിയായ ഉറപ്പ്, ഈമാനികമായ ഉറപ്പ്, ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് അള്ളാഹു നൽകാൻ അവരെ അള്ളാഹു തർബിയത്ത് ചെയ്യുകയായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. അമ്പിയാക്കളെ, ഔലിയാക്കളെ ഒക്കെ അള്ളാഹു തർബിയത്ത് ചെയ്യുന്നത്, അവരെ സ്ഫുടം ചെയ്ത് അള്ളാഹു എടുക്കുന്നത് ഇത്തരത്തിലെ പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഇമാം ശിഹാബുദ്ദീൻ അഹ്മദ് സലാമത്തുൽ ഖല്ലൂബി അവിടുത്തെ കിതാബിൻ നബാദിൽ മനോഹരമായ ചരിത്രം, അവിടുത്തെ ബാബുൽ റിളാ ഫിൽ ഖളാഇ, അല്ലാഹുവിന്റെ ഖളാഇൽ ഒരാൾ എങ്ങനെയാണ് തൃപ്തിപ്പെടേണ്ടത് എന്ന അധ്യായത്തിൽ മൂസാ നബിയുടെ കാലത്തുണ്ടായ മനോഹരമായ ഒരു ചരിത്രം കൊണ്ടുവരുന്നു. നമുക്കതിങ്ങനെ കേൾക്കാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഒരു നാളിൽ ദുആ ചെയ്തു. പടച്ച റബ്ബേ, റബ്ബി അരിനി വലിയം മിൻ ഔലിയാഇക. മൂസാ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. മൂസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി അരിനി വലിയം മിൻ ഔലിയാഇക. പടച്ചവനെ, ഈ കാലഘട്ടത്തില് അമ്പിയാക്കളല്ലാത്ത എത്രയോ ഔലിയാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലാ. അതുകൊണ്ട് പടച്ചോരേ, റബ്ബി അരിനി വലിയം മിൻ ഔലിയാഇക. നിന്റെ ഔലിയാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു മഹാനായ വലിയനെ നീ എനിക്കൊന്ന് കാട്ടിത്തരൂ, നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ? മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, നീ ഇന്ന സ്ഥലത്തൊരു പർവ്വതമുണ്ട്, ആ പർവ്വതത്തിന്റെ ഉച്ചസ്ഥിയിൽ നീ കയറണം, എന്നിട്ട് ഇറങ്ങണം. ആ പർവ്വതത്തിന്റെ താഴ്വാരത്ത്, മലയടിവാരത്ത് ഒരു ഗുഹ കാണാം. ആ ഗുഹയ്ക്കകത്ത് നീ ചോദിച്ച അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാനായ വലിയ ജീവിച്ചിരിപ്പുണ്ട് മൂസാ. നിനക്ക് ചെന്നാൽ കാണാവുന്നതാണ്. തറ മാസൽതാ, നീ എന്നോട് ചോദിച്ചത് അവിടെ നിനക്ക് കാണാം. സുബ്ഹാനല്ലാഹ്. മൂസാ നബി പോവാണ്. മൂസാ നബി അല്ലാഹു പറഞ്ഞു കൊടുത്ത മലയുടെ മുകളിൽ കയറി താഴെ ഇറങ്ങി കണ്ട ഗുഹയ്ക്കുള്ളിൽ കയറുന്നു. മനസ്സിലായി അകത്താരോ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ മൂസാ നബി പുറത്തു നിന്ന് സലാം പറയുന്നു. അസ്സലാമു അലൈക യാ വലിയല്ലാഹ്, ഖദ് അതൈനാ ബാബക്കും. ഓ അല്ലാഹുവിന്റെ വലിയായിട്ടുള്ളവരെ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രഗൽഭനായ വലിയായിട്ടുള്ളവര്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അകത്തു നിന്ന് സലാം അടക്കുകയാണ്. വഅലൈക്കും അസ്സലാം യാ കരീമല്ലാഹ്. എന്താ വല്ല അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഈ വലിയ സലാം അടക്കിയത് വഅലൈക്കും അസ്സലാം യാ കലീമല്ലാഹ്. ഓ അല്ലാഹുവിന്റെ കലീമായ പ്രവാചകരായ മൂസാ നബിയേ, നിങ്ങൾക്കും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. എങ്ങനെ ഇദ്ദേഹത്തിന് ഇത് മൂസായ വന്നെന്നറിഞ്ഞത്? എങ്ങനെ? അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, മൂസാ നബിക്ക് അനുവാദം കിട്ടുമ്പോൾ ആ ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറുന്നു. ആ കയറിയ സമയം മൂസാ നബി നോക്കുമ്പോൾ ഫഇദാ ഹുവ ബി ഇൻസാനിൻ മജ്ദൂം, കുഷ്ഠരോഗം ബാധിച്ചിട്ട് കൈകാലുകൾ മുറിക്കപ്പെട്ടിട്ട് വെറും മാംസപിണ്ഡമായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കും. കൈകാലുകളില്ല, മാംസപിണ്ഡമാ, കുഷ്ഠരോഗമാ, വലിയ രോഗം ബാധിച്ചിട്ട് ഒരാൾ അവിടെ ഇരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ വലിയനോട് ചോദിച്ചു, മിൻ ഐന അറഫ്തനി, ഞാൻ മൂസാ നബിയാണ്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകർ മൂസയാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ ആ മഹാനായ വലിയ പറയാണ്, വഖദ് സഅൽതുല്ലാഹ മുൻദു ലയാലിൻ അൻ അജ്മഅനി ബിക, ഞാൻ അല്ലാഹുവിനോട് ദിവസങ്ങളായി രാവെന്നില്ല പകലൊന്നില്ല ഒരേ ഒരു ദുആയിലാണ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മൂസാ എന്ന ഒരു പ്രവാചകരുണ്ട്. ആ മൂസാ നബിയെ നീ എനിക്കൊന്ന് കാട്ടിത്തരണേ അല്ലാഹ്. ഞാൻ ദിവസങ്ങളായിട്ട് ദുആയാണ്, വർഷങ്ങളായി എന്നെ ഒരാളും കാണാൻ വരാറില്ല.
ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഒരാൾക്കും അറിയില്ല. അപ്പം വന്ന നിങ്ങളാരാണ്? മൂസ നബിയാ. സഹോദരങ്ങളെ, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവസാനം ചോദിച്ചു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങളെ ശുശ്രൂഷിക്കുന്നതാരാട്? നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതാരാട്? നിങ്ങളെ ഈ രോഗത്തിൽ നിന്ന് നിങ്ങളെ വൃത്തിയാക്കുന്നതാരാട്? അപ്പോ ആ മഹാനായ വലിയ പറഞ്ഞു, എനിക്കൊരു ചെറിയ മകനുണ്ട്. എനിക്കൊരു ചെറിയ മകനും കൂടെ എൻ്റെ കൂടെയുണ്ട്. അവൻ എവിടെയാണ്? അവൻ എനിക്ക് ഭക്ഷണം തേടിയിട്ട് എന്നെ ശുശ്രൂഷിക്കാൻ, എനിക്ക് ഭക്ഷണം തരാൻ അവർ ഇന്ന വനാന്തരത്തിൽ ഒരു കൊടുംവനമുണ്ട്. ആ വനാന്തരത്തിലേക്ക് പോയിരിക്കുന്നു മൂസ നബിയെ. അപ്പൊ മൂസ നബിക്ക് ഒരാഗ്രഹം, ഇത്രയും രോഗത്തിൽ കഠിനമായി കിടക്കുന്ന ഈ വാപ്പാനെ സംരക്ഷിക്കുന്ന ഒരു മകനെ കാണണമല്ലോ. കാരണം നമുക്കറിയാം, വൃദ്ധസദനങ്ങളിലേക്ക് മാതാപിതാക്കളെ നോക്കാതെ ആൺമക്കൾ എത്രയോ ഉള്ള, മെനഞ്ഞാന്ന് നമ്മൾ കേട്ട ഒരു വാർത്തയാണ്. 3 ആൺമക്കളുള്ള, നല്ല സാമ്പത്തിക ശേഷിയുള്ള 3 ആൺമക്കൾ തന്റെ പിതാവിനെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് എറിഞ്ഞ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ രീതിയിൽ നമുക്കിത് കാണണം സഹോദരങ്ങളെ. അപ്പൊ മൂസ നബി ചിന്തിച്ചു, ഈ വാപ്പാനെ ഈ കോലത്തിൽ നോക്കുന്ന ഈ മകൻ നല്ല മോനല്ലേ, അപ്പായ പോലെ നല്ല പവർഫുൾ അല്ലേ, വലിയാക്കന്മാരിൽപ്പെട്ട മോനല്ലേ. ആ മഹാനരായ വലിയനോട് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അറാ വലദക, നിങ്ങളെ മോനെ എനിക്കൊന്ന് കാണണം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടപ്പോ. അപ്പം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, ഇന്ന ഭാഗത്തൊരു വന്യമനാന്തരമുണ്ട്, അതിന്റെ ഉള്ളിലേക്കാണ് അവൻ പോയിട്ടുള്ളത്. മൂസ നബി അവിടെ പോവുകയാണ്. അവിടെ ചെന്ന മകനെ ഇങ്ങനെ തിരഞ്ഞു നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഫഇദാ ഹുവ വലദുൻ ഖൽ ഖമരി ഹസനാ, നല്ല ഒരു ആൺകുട്ടി. അവന്റെ സൗന്ദര്യം മൂസ നബി പറയുകയാണ്, കൽ ഖമരി ഹസനാ, പരിപൂർണ ചന്ദ്രനെ പോലെ മനോഹരമായി ഉദിച്ചു നിൽക്കുന്ന പ്രകാശമുള്ള ഒരു നല്ല മകൻ. എന്ത് സൗന്ദര്യമാണ്, നല്ല സൗന്ദര്യം, നല്ല സൗന്ദര്യമുള്ള ആ മകനെ ഇങ്ങനെ കണ്ടപ്പോ മൂസാ നബി അത്ഭുതപ്പെട്ട് പറഞ്ഞു പോയി, തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, പടച്ചവരെ എത്ര നല്ല മനോഹരമായ കോലത്തിലാണ് നീ മനുഷ്യന്മാരെ പടച്ചിട്ടുള്ളത്. എത്ര സൗന്ദര്യമാണ് ഈ കുട്ടിക്ക്, എന്ത് ഭംഗിയാണ് ഈ കുട്ടിക്കെന്ന് മൂസ നബി അല്ലാഹുവോട് പറഞ്ഞു പോയെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വേണം ആശ്ചര്യമുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ കൗതുകമുള്ളത് കണ്ടാൽ കേട്ടാൽ എന്ന് വെക്കാൻ പാടില്ല. അങ്ങനെയുണ്ടല്ലോ ചില ആളുകള്, എന്തെങ്കിലും കേട്ടാ ഭയങ്കരം എന്നൊന്നും പറയരുത്. കണ്ണേറ് ബാധിക്കും. കണ്ണേറ് ഹഖാണെന്ന് മുഹമ്മദ് മുസ്തഫ. വൽ ഐൻ ഹഖുൻ മുഹമ്മദുർ റസൂലുള്ളാഹി, കണ്ണേറ് യാഥാർത്ഥ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നൽ ഐന ലതുദ്ഖിലുർ റജുല ഫിൽ ഖബരി വൽ ജമല ഫിൽ ഖിദരി നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. കണ്ണേറ് കിട്ടിയാലും മനുഷ്യന്മാർ ഖബറിലെത്തി പോകും. ഖാല റസൂലുള്ളാഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ അവനെ നോക്കിയിട്ട് കണ്ണേറുള്ളവൻ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരുന്നെങ്കിൽ അവന്റെ നാവ് കൊണ്ട് കണ്ണുകൊണ്ട് കണ്ട് പറഞ്ഞു പോയാൽ അവൻ ഖബറിലെത്തി പോകും, മരിച്ചു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാന്റെ ഖലാവും കൂടെ വരുമ്പോ, അള്ളാന്റെ തീരുമാനം കൂടെ വരുമ്പോ, വൽ ജമലു ഫിൽ ഖിദർ, ഒരൊട്ടകത്തെ മൃഗത്തെ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടിട്ട് കണ്ണേറുള്ളവൻ കമ്പേറുള്ളവൻ എന്നിങ്ങനെ വിളിച്ചു പോയാൽ ആ മൃഗം അവിടെ പിടഞ്ഞു വീണ് മരിക്കുമെന്നും ഈ മേശയിലെ ഭക്ഷണമായി മാറുമെന്നും മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് കണ്ണേറുള്ളവർക്ക് സ്വയം അറിയാം എനിക്ക് ഇത്തിരി പ്രശ്നം ഉണ്ട്, അങ്ങനെ അറിഞ്ഞൂടെ. അവരെന്തുവാണ് ശ്രദ്ധിക്കണം, ഒരു കാര്യം കണ്ടാലും കേട്ടാലും ഒന്നും വെക്കരുത്. മാഷാ അല്ലാഹോ തബാറകല്ലാഹോ. ഇവിടെ മൂസ നബി പറഞ്ഞതുപോലെ തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു എത്ര മനോഹരമായിട്ടാണ് ഓരോരുത്തരെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോരുത്തരൊക്കെ അല്ലാഹു എത്ര കഴിവാ കൊടുത്തിട്ടുള്ളത് അല്ലേ. അവനെന്ത് കഴിവാണ്, ഇവനെന്ത് കഴിവാണ് അല്ലേ. അൽഹംദുലില്ലാ.
തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് ഇതൊക്കെ പറയണം. അല്ലാതെ ഇതൊന്നും അവിടെ പ്രാർത്ഥി നടത്താൻ നിൽക്കല്ലേ. കാരണം കണ്ണീർ കിട്ടും. അവസരം പോലെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങള്, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മകനെ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ അതാ പെട്ടെന്ന് വനാന്തരത്തിൽ നിന്ന് ഒരു മൃഗം ഓടി വരികയാണ്. ഓടി വന്നിട്ട് ഈ മകനെ കടന്നു പിടിക്കുന്നു. ആ മകനെ അതാ കടിച്ചു കീറുകയാണ്. ആ മകനെ കടിച്ചു കീറിയിട്ട് മൂസ നബിയുടെ മുമ്പിലിട്ടിട്ട് ആ പൊന്നുമോനെ കൊന്നുകളയുന്നു. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പഠിപ്പിച്ച ചരിത്രമാണ് മൂസ നബിയുടെ. മൂസ നബിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വലിയ വനാന്തരത്തിൽ നിന്ന് ഓടി വന്ന ഒരു വന്യമൃഗമല്ലേ, രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ആ മകനെ അവിടെ കടിച്ചു കൊന്നു ഈ മൃഗം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സങ്കടമായി. അവിടെ യഥാ പർവ്വതത്തിന്റെ ഒരു താഴ്വാരത്ത് ഗുഹയ്ക്കുള്ളിൽ ഒരു മഹാനായ വലിയ കുഷ്ഠരോഗം ബാധിച്ചിട്ട് കൈകാലുകൾ മുറിക്കപ്പെട്ട് ആ മകനെ ശുശ്രൂഷിക്കുന്ന ഒരു പൊന്നുമോനെ ഇതാ വനാന്തരത്തിൽ മൃഗം ഇതാ കടിച്ചു കൊന്നിരിക്കുന്നു. പടച്ചോനെ അല്ലാഹുവേ വിളിച്ചു മൂസ നബി, ഇലാഹി വസയ്യിദി വലിയ മിൻ ഔലിയായിക മത്റൂഹൻ അലാ തിൽകൽ ഹാല. അവിടെ ഒരു വലിയ അങ്ങനെ ഇവിടെ ഇതാ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുന്ന മകൻ ഇവിടെ ഇതാ മൃഗം പിടിച്ചു കടിച്ചു കൊന്നിരിക്കുകയാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിന്റെ വെള്ളകീർ പൊട്ടിച്ച് താഴെ ഇറങ്ങാണ്. വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ വിഷയത്തിൽ ടെൻഷൻ അടിക്കണ്ട. ആര്? ജിബ്രീൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ആ വിഷയത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഫഔഹല്ലാഹു ഇലൈഹി അൻ നർജിഅ ഇലാ വാലിദിഹി വൻദുറു ഇലാ സബ്രിഹി വരിളാ. നിങ്ങൾ ടെൻഷൻ ആകണ്ട, നിങ്ങൾ ആ മഹാനായ വലിയുടെ അടുത്ത് പൊയ്ക്കോളൂ, അവിടെ പൊയ്ക്കോളൂ. അവിടെ ചെന്നിട്ട് ഈ വിവരം ആ മഹാനായ വലിയുടെ അടുത്ത് പറയുമ്പോ നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിന്റെ സബർ, അദ്ദേഹത്തിന്റെ ക്ഷമ, അല്ലാഹുവിന്റെ ഖലാഇ തീരുമാനത്തിലുള്ള തൃപ്തി നിങ്ങൾക്ക് കാണാം. മൂസ നബി തിരിച്ചു പോവുകയാണ്. അവിടെ ചെന്നിട്ട് ആ മഹാനായ വലിയനോട് കാര്യം പറയുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി فضحكا سرورا وفرحا. മകന്റെ ദാരുണമായ അന്ത്യം പിതാവ് കേട്ടപ്പോൾ ആ മഹാനായ വലിയൊന്ന് പുഞ്ചിരിച്ചു. ആ മഹാനായ വലിയൊന്ന് പുഞ്ചിരിച്ചു. സുറൂറൻ വഫറഹ. ദുഃഖഭാവം മുഖത്ത് കൊണ്ടുവന്നില്ല. എന്നിട്ടോ മൂസ നബി തങ്ങ് പറഞ്ഞപ്പോൾ മൂസ നബിയുടെ മുമ്പിൽ വെച്ച് തന്നെ കൈയില്ല. ഇതെങ്ങനെ കൈ ഉയർത്തുക? അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തുന്നു. രണ്ട് കണ്ണുകൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തുകയാണ്. വഖാല, എന്നിട്ട് അയാൾ അല്ലാഹുവിനോടൊരു ദുആ ചെയ്യുകയാണ്. ആരടുത്ത്? ദുആയ്ക്ക് ഇജാബത്തുള്ള മഹാനായ പ്രവാചകർ മൂസ നബിയുടെ സാന്നിധ്യത്തില്. ഇലാഹി വസയ്യിദി ഖദ് റസഖതനി ഹാദൽ ഗുലാമ. എന്നെ ഈ രൂപത്തിൽ രോഗിയാക്കിയത് നീയാണ്, പരാതിയില്ല. എനിക്ക് നിന്നോട് പരിഭവമില്ല, ഒരു ശികായത്തുമില്ല. എന്നെ ശുശ്രൂഷിക്കാൻ, എന്നെ സംരക്ഷിക്കാൻ, എനിക്ക് ഭക്ഷണം തരാൻ, എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ എനിക്ക് നീ ഒരു മോനെ തന്നായിരുന്നല്ലോ അല്ലാ. ഞാൻ ആശിച്ചു എന്റെ മരണം വരെയെങ്കിലും എന്റെ പൊന്നുമോൻ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ആശിച്ചു പോയിരുന്നു അല്ലാ. ഞാൻ ആഗ്രഹിച്ചു പോയി എന്റെ മരണം വരെയെങ്കിലോ എന്റെ മോൻ എന്റെ കൂടെ ഉണ്ടാകുമെന്ന്. പക്ഷേ നിന്റെ ഖളായിൽ ഞാൻ പൊരുത്തമുള്ളവരാണ്. അതുകൊണ്ട് പടച്ച റബ്ബേ, ഞാനിതാ നിന്റെ മുമ്പിൽ നിസ്കാരത്തിലായി സുജൂദിൽ വീഴുകയാണ്. ഫഖ്ബിൽനി ഇലൈക സാജിദാ. ഞാനങ്ങനെ നിനക്ക് തസ്ബീഹ് ചെയ്തുകൊണ്ട് സുജൂദിൽ കിടക്കുമ്പോ ആ സുജൂദിലിട്ടിട്ട് എന്റെ റൂഹിനെ, എന്റെ ആത്മാവിനെ നീ എടുക്കണം അല്ലാ.
നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവനെ റബ്ബേ, ഞാൻ സുജൂദിൽ വീഴുമ്പോൾ ആ സുജൂദിൽ വെച്ച് നീ എൻ്റെ ആത്മാവിനെ എടുക്കണം അല്ലാ. അദ്ദേഹം നിസ്കാരത്തിലായി നിയത്ത് ചെയ്തു, എല്ലാം കാണുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദിൽ കുറേ സമയം സുജൂദിൽ കിടന്നു, അനക്കമില്ല. തട്ടി നോക്കി, മറിഞ്ഞു വീണു. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ അടുത്തു പോയിരിക്കുകയാണ്. അപ്പോഴും വിളിച്ചു മൂസ നബി, അല്ലാഹ് ഇലാഹി വസയ്യിദി, പടച്ചോനെ റബ്ബേ, ഒരു മഹാനിതാ ഇവിടെ കോലത്തിൽ മരിച്ചു കിടക്കുന്നു, ആരും നോക്കാനില്ല, ആരും മറ്റു കർമ്മങ്ങൾക്കില്ല. അവിടെ അതാ വനാന്തരത്തിൽ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു കിടക്കുന്നു. അപ്പോഴും അതാ വനസല ജിബ്രീലു ഇലൈഹിമാ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങളാ വിഷയത്തിൽ വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. ഫനസല ജിബ്രീലു ഇലൈഹിമാ വഗസലഹുമാ വദഫനഹുമാ, മുഖറബായ മലക്കിന്റെ മുബാരക്കായ കരങ്ങൾ കൊണ്ട് ആ രണ്ട് മയ്യത്തുകളും കുളിപ്പിക്കുന്നു, ആ രണ്ടുപേരെയും അതാ ദഫൻ ചെയ്യുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ജല്ല ജലാലു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്? ഒരു സംഭവം, ഒരു ചരിത്രം നമ്മൾ കേട്ടാൽ നമുക്കതിൽ നിന്ന് ധാരാളം ഗുണപാഠമുണ്ടാകണം. അല്ലാഹു മുഅ്മിനായ മനുഷ്യന്മാരെ പല രീതിയിൽ പടച്ചവനും പരീക്ഷിക്കുന്നു. രോഗം കൊടുത്ത് പരീക്ഷിക്കോ, സാമ്പത്തിക പ്രയാസങ്ങൾ കൊടുത്ത് പരീക്ഷിക്കോ, പല കോലത്തിലും അല്ലാഹു പരീക്ഷിക്കൂ. പക്ഷേ എന്തിനാണ്? ഇതെല്ലാം നമ്മുടെ ആഖിറത്തിന്റെ ദറജ കൂട്ടാനാണ്, പദവി കൂട്ടാനാണ്. എത്രയോ ആളുകൾ എത്രയോ വർഷങ്ങളായി രോഗികളായി കിടക്കുന്നു, അല്ലേ? അള്ളാഹ് വിളിക്കുമ്പോഴല്ലേ പോകാൻ പറ്റൂ. എൻ്റെ ജമാഅത്തിൽ ഒരുപാട് വർഷം സെക്രട്ടറിയായി സേവനം ചെയ്ത് ഞങ്ങളുടെ പള്ളി ചാത്തന്നൂർ മുസ്ലിം ജമാഅത്ത് നിർമ്മിക്കാൻ വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത ഹാജി മൈദീൻ കുഞ്ഞെന്ന് പറയുന്ന ആള് എത്രയോ വർഷങ്ങളായി കിടപ്പാണ്. ഇന്ന് രാവിലെ അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മുടെ യൂനുസ് ഉസ്താദിന്റെ സഹോദരി 94 വയസ്സുള്ള ഉമ്മയ്ക്ക് മരണപ്പെട്ടു. ഒരുപാട് നാൾ രോഗമായി കിടന്നു. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് അല്ലാഹു ശുദ്ധീകരണം നടത്തുകയാണ്. ചുരുക്കി നമ്മൾ ഇതാണ് ഇന്നത്തെ വിഷയത്തിൽ നിന്ന് മനസ്സിൽ ഒരുപാട് പറയാനുള്ള അല്ലാഹു തൗഫീഖ് നൽകിയാൽ നമുക്ക് തുടർന്ന് പറയാം. ഏതു പരീക്ഷണങ്ങളെയും അതിജയിക്കാനുള്ള തർബിയത്ത് അല്ലാഹു നമുക്ക് നൽകും. ചെറിയ 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 പരീക്ഷണങ്ങളിൽ അതൊക്കെ പിടിച്ചു നിൽക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.